ഇപ്പോൾ കർണാടകത്തിൽ ലൈംഗിക അതിക്രമ പരാതിയുമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത HT ദേവണ്ണയെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ബംഗളൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അദ്ദേഹം അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹത്തെ പോലീസ് പുറത്തു കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അരുൺ പൂപ്പറമ്പ അവിടെ സംഭവിക്കുന്നത്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? SKN കർണാടക രാഷ്ട്രീയത്തിലെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനിടെയാണ് കർണാടകയിലെ JDSന്റെ പ്രധാനപ്പെട്ട നേതാവ് HD രേവണ്ണയെ ഇന്നലെ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമ കേസിലാണ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇന്ന് ഒരു പകൽ മുഴുവൻ രേവണ്ണയെ ചോദ്യം ചെയ്തു. ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം എന്താകും ഇതിലെ വിധി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ റിമാൻഡിൽ ആയി ജയിലിലേക്ക് രേവണ്ണ പോകേണ്ടി വരും. മറ്റൊരു സാധ്യത, കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞാൽ കൂടുതൽ വിശദമായി പോലീസിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അല്പനിമിഷത്തിനകം എന്താണ് മജിസ്ട്രേറ്റ് വിധിക്കുന്നതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലാണ്. വസതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ, അതായത് രേവണ്ണയുടെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതിൽ വാദം ഇരുഭാഗങ്ങളുടെയും വാദം കേൾക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം അതിൽ വിധി പറയും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. കാരണം ഇത്ര വലിയൊരു കേസ്, ഇത്ര വിവാദമായൊരു കേസ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടാകുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന രീതിയിലുള്ള രാഷ്ട്രീയ സൂചനകൾ, വിലയിരുത്തലുകൾ വരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന 14 മണ്ഡലങ്ങളിലാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ആ 14 മണ്ഡലങ്ങളിൽ ഈ കേസ് കൊണ്ട് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ കർണാടകയിൽ BJP JDS സഖ്യത്തിന്റെ ഭാവി പോലും ചോദ്യചിഹ്നത്തിലാകും. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വൈദ്യപരിശോധനക്കും പ്രാഥമിക ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ രേവണ്ണയെ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം എന്താണ് ജഡ്ജി വിധിക്കുന്നതെന്ന കാര്യത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കും. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘം നൽകിയിട്ടുള്ളത്. അതായത് 2 കേസുകളുണ്ട്. മൈസൂരു സ്വദേശിയായിട്ടുള്ള പീഡനത്തിനിരയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ്, അതോടൊപ്പം തന്നെ വീട്ടുജോലിക്കാരിയായ യുവതിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസ്. ഈ 2 കേസുകളുണ്ട്. 2 കേസുകളും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നോൺ ബെയിലബിൾ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകളാണ്. സ്വാഭാവികമായും റിമാൻഡ് എന്ന അല്ലെങ്കിൽ ജയിലിലേക്ക് എന്ന സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരുപക്ഷെ വിശദമായി ചോദ്യം ചെയ്യണം, ഇതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ വാദം അംഗീകരിച്ച് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയുമുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിലൊരു വ്യക്തത വരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിധി എന്തായാലും അത് കർണാടക രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായിരിക്കും. SKN. ഓക്കെ, താങ്ക് യു. കർണാടകത്തിൽ ബംഗളൂരു നഗരത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്. അല്പസമയത്തിനകം നമുക്ക് ഈ കാര്യം അറിയാം. ഇത് രേവണ്ണ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.